ഹലോ എവ്രി വൺ. ഇന്ന് ഉച്ച ഊണിന് ഗീ റൈസ്, ചിക്കൻ ഫ്രൈ, നമ്മുടെ മഷ്റൂം ഫ്രൈ, സാലഡ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ചിക്കൻ ഡ്രം സ്റ്റിക്സ് ആണ്, കാല് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴുകി വൃത്തിയാക്കി അങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ ചുവന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ചെറിയ ഉള്ളി, ഇതിപ്പോൾ പെപ്പർ പൗഡറാണ്, ചെറിയ ഉള്ളിയും പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഈ ചിക്കൻ ഡ്രംസ്റ്റിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പേസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു നാരങ്ങയുടെ ജ്യൂസും എടുക്കുന്നുണ്ട്. അതും പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് നമ്മുടെ ഈ ചിക്കൻ ലെഗ്സ് പുരട്ടി വയ്ക്കാം. അപ്പോൾ ഇതിങ്ങനെ അങ്ങനെ മിക്സാക്കിയ ശേഷം, മാരിനേറ്റ് ചെയ്ത ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ മഷ്റൂം ഇതാ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ വൃത്തിയിൽ കഴുകിയെടുത്ത് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇങ്ങനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കുകയാണ്. വെളിച്ചെണ്ണ ഇതാ ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സവാള സ്ലൈസ് ചെയ്തത്, പച്ചമുളക്, കരിവേപ്പില നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് വഴന്ന് വരുമ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ അപ്പോൾ ഗീ റൈസിന് ഞാൻ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആദ്യം സവാള വറുത്തെടുക്കണം, ഒന്ന് ബ്രൗൺ ആകുന്നവരെ. അപ്പോൾ അതിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളയും സൈഡ് ബൈ സൈഡ് നമുക്ക് വറുത്തുകൊണ്ടിരിക്കാം. ഇവിടെ ഇപ്പോൾ മറ്റേ മഷ്റൂമിൻ്റെ സവാള ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് എരിവിനനുസരിച്ചിട്ടാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ. എന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മഷ്റൂം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടച്ചങ്ങോട്ട് വേവിക്കാം. മഷ്റൂമിന് വെള്ളം തന്നെ ഇറങ്ങി വരും. അപ്പോൾ നമ്മളിതിൽ വെള്ളം ആഡ് ചെയ്യാറില്ല, അതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതുമാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മഷ്റൂം അവിടെ ഫ്രൈ ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്, ഹസ്ബൻഡിനും ഇഷ്ടമാണ്. അപ്പോൾ മഷ്റൂം മിക്കപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്, സിമ്പിളുമാണ്. ഇവിടെ നമ്മുടെ സവാള ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ. ഇപ്പോൾ ഒരു ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 4 ക്ലോവ്സ്, 2 സിനമൺ സ്റ്റിക്ക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 5.5 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അരി ഇതാ ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജീരകശാല റൈസാണ്. അത് വൃത്തിയിൽ കഴുകി ഞാൻ ഒരു 30 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം വാലാനായിട്ട് വാർത്ത് വെച്ചു. ഇതിപ്പോൾ അരിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വേവിച്ചെടുക്കാം. ഇത് കറക്റ്റ് പദമായി വരും നമ്മൾ ഈ വെള്ളവും ഈ അളവിൽ എടുക്കുകയാണെങ്കിൽ. ഇവിടെ നമ്മുടെ മഷ്റൂം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് അത് സ്റ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഷ്റൂമും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗീ റൈസ്, നമ്മുടെ നെയ്ച്ചോറും ഏകദേശം ആയിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ആ സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് കാഷ്യൂനട്ടും മുന്തിരിങ്ങയൊക്കെ വേണമെങ്കിൽ വറുത്തിടാം, പക്ഷേ കുട്ടികൾക്ക് വലിയ ഇഷ്ടമല്ല നട്ട്സും കിസ്മിസൊക്കെ ഇടുന്നത്. അങ്ങനെ നെയ്ച്ചോറ് റെഡിയായി. ഇവിടെ മഷ്റൂമും റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ ലെഗാണ് വറുക്കാൻ പോകുന്നത്. എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിപ്പോൾ സ്കില്ലറ്റിലാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ നമുക്ക് ലെഗ് പീസസ് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും എന്ന പോലെ നന്നായിട്ടൊന്ന് ബ്രൗൺ ആക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ ഡ്രം സ്റ്റിക്സിൻ്റെ ഫ്രൈ വേണമെന്ന് കുട്ടികൾ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ മേടിച്ചത് ചെയ്യുന്നത്. അങ്ങനെ ഡ്രം സ്റ്റിക്കും റെഡിയായി, നമ്മുടെ മഷ്റൂം ഫ്രൈയും റെഡി ആയിട്ടുണ്ട് ഉച്ചയൂണിന്. അതുപോലെ സാലഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട്, നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ചേർത്ത സാലഡ്. അപ്പോൾ ഉച്ചയൂണിന് ഇതായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തത്. നിങ്ങൾക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.